അഴകിയ സിംഹം കഥയുടെ തുടർച്ച. ഇന്ന് കോളേജ് ഡേ ആണ്. പല വർണ്ണത്തിലുള്ള പുഷ്പങ്ങളും ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട വിശ്വപ്രഭ കോളേജും ക്യാമ്പസും. കോളേജിന്റെ 2 ഓഡിറ്റോറിയത്തിലുമായി വിവിധയിനം കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ആഘോഷാരവങ്ങൾക്കിടയിലും പാർവതിയുടെ കണ്ണും മനസ്സും തിരഞ്ഞുകൊണ്ടിരുന്നത് അവളുടെ ജയൻ സാറിനെ മാത്രമായിരുന്നു. കോളേജിന്റെ 2 ഓഡിറ്റോറിയത്തിലും സ്റ്റാഫുകൾക്ക് മാത്രമായി പ്രത്യേകം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നു. അവിടെയെങ്ങും അവൾ ജയൻ സാറിനെ കണ്ടില്ല. വീട്ടിൽ വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിലാണ് സാറിന്റെ വണ്ടി പോകുന്ന ശബ്ദം കേട്ടത്. സാർ ഇന്ന് പതിവില്ലാതെ കാറിലാണ് കോളേജിലേക്ക് പോയത്. അമ്മ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് മട്ടുപ്പാവിലേക്ക് ഓടിക്കേറി സാറിനെ നോക്കുവാനും പാർവതിക്ക് കഴിഞ്ഞില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതി അവൾ അതിന് മുതിർന്നില്ല. കോളേജിൽ ചെല്ലുമ്പോൾ സാറിനെ കാണാമല്ലോ എന്ന ആശ്വാസമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. പക്ഷെ കോളേജിലെത്തി ഇത്രയും നേരമായിട്ടും പാർവതിക്ക് ജയൻ സാറിനെ കാണാൻ കഴിഞ്ഞില്ല. അവൾക്ക് എന്തെന്നില്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ ഒന്നും തന്നെ ശ്രദ്ധിക്കുവാൻ പാർവതിക്കായില്ല. ഓഡിറ്റോറിയം എയിൽ സ്റ്റേജ് നമ്പർ 1 ഫിലോസഫി സൂപ്പർ സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഒരു ഓഞ്ഞ മോന്തെ ഉണക്ക ഡാൻസും അല്ലേടി പാറു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി പാർവതിയെ നോക്കി. ശ്രീദേവി പറഞ്ഞതൊന്നും തന്നെ പാർവതി കേട്ടതേയില്ല. അവൾ ജയൻ സാറിന്റെ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പാർവതി വേറെ ഏതോ ലോകത്തിലാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. ഉടനെ ശ്രീദേവി പാർവതിയുടെ കയ്യിൽ പിടിച്ചു. പാറു, പാറു, എടി പാറു. ശ്രീദേവിയുടെ ഉച്ചത്തിലുള്ള വിളിയേട്ട് പാർവതി ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾക്ക് ബോധോദയം ഉണ്ടായത്. എന്താ ശ്രീ, എന്തുപറ്റി? അവൾ പരിഭ്രമത്തോടെ ശ്രീദേവിയോട് ചോദിച്ചു. അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നിനക്കിതെന്തു പറ്റി? അത് എന്താണെന്ന് അറിയില്ല ശ്രീ, എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ നമ്മുടെ ക്ലാസ് റൂം വരെ ഒന്ന് പോയിട്ട് വരാം. അല്പം പരിഭ്രമത്തോടെ പാർവതി പറഞ്ഞു. അതിനെന്തിനാടി നീ ക്ലാസ് റൂമിൽ പോകുന്നേ? 2 കണ്ണുകളും വീഴ്ചുകൊണ്ട് ശ്രീദേവി ചോദിച്ചു. വെള്ളം കുടിക്കാൻ. ക്ലാസ്സിൽ എൻ്റെ വെള്ളം ഇരിപ്പുണ്ട്, ഞാനത് കുടിച്ചിട്ട് വേഗം വരാം. അത് കേട്ടതും ശ്രീദേവി പാർവതിയെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ടല്പം സംശയഭാവത്തിൽ പറഞ്ഞു, ശരി ശരി, പോയിട്ട് വാ. പാർവതി പെട്ടെന്ന് എണീറ്റ് ക്ലാസ് റൂമിലേക്ക് നടന്നു. പാർവതി പോയതും ശ്രീദേവിക്ക് വീണ്ടും സംശയമായി. അവളെന്താ അങ്ങനെ പറഞ്ഞത്? തലവേദനയും വെള്ളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വെള്ളം കുടിച്ചാൽ തലവേദന മാറുമോ? എന്തായാലും പോയിട്ട് വരട്ടെ. പാർവതി കോളേജ് വരാന്തയിലൂടെ അവളുടെ ക്ലാസ് റൂമിലേക്ക് നടന്നു. ക്ലാസ് റൂമിന്റെ തൊട്ടടുത്താണ് ലൈബ്രറി. ലൈബ്രറിയോട് ചേർന്ന് തന്നെയാണ് സ്റ്റാഫ് റൂം. വരാന്തയിലും ക്ലാസ് റൂമുകളിലും ഗ്രൗണ്ടിലുമൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓഡിറ്റോറിയത്തിലായിരുന്നു. പാർവതി വരാന്തയിലൂടെ നടക്കുമ്പോൾ അവളുടെ പാദസരത്തിന്റെ കിലുക്കം കേൾക്കാമായിരുന്നു. വേറെല്ലാം നിശബ്ദം. അപ്പോഴും അവളുടെ കണ്ണുകൾ തിരഞ്ഞത് ജയൻ സാറിനെ ആയിരുന്നു. നടന്ന് നടന്ന് അവൾ ലൈബ്രറിയോടടുത്തെത്തി. തുറന്നു കിടന്നിരുന്ന ജാലകച്ചിലിലൂടെ ഒരു നോക്കവൾ കണ്ടു ആ സുന്ദര പൗരുഷ രൂപത്തെ. അതെ, അവളുടെ പ്രിയപ്പെട്ട ജയൻ സാറിനെ. സാറിനെ കണ്ട മാത്രയിൽ തന്നെ പാർവതിക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം തോന്നി. അവളുടെ മനസ്സ് തണുത്തു. സ്റ്റാഫ് റൂമിൽ സാറ് തനിച്ചേ ഉള്ളൂ. ഒരു ഫയലിൽ കാര്യമായി എന്തോ എഴുതുകയാണ്. പാർവതി ജാലകത്തോട് ചേർന്നുള്ള ചുമരിൽ ചാരി നിന്നു. ഇന്നത്തെ ദിവസം ഇത്ര എഴുതാൻ എന്താണാവോ ഉള്ളത്? അവൾ മനസ്സിൽ ആലോചിച്ചു. പെട്ടെന്നാണ് ജയൻ സാറിന്റെ ടേബിളിലെ ടെലഫോൺ റിങ് ചെയ്തത്. നിങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ തന്നെ എത്താം എന്ന് സാറ് ഫോണിലൂടെ പറയുന്നത് പാർവതി കേട്ടു. സാറ് പുറത്തേക്ക് എവിടെ പോവാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വീണ്ടും ജാലകച്ചിലിലൂടെ അകത്തേക്ക് നോക്കി. സാറിനെ അവിടെയെങ്ങും കണ്ടില്ല. ഷോ, ഇത്ര പെട്ടെന്ന് ഇതെങ്ങോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി തിരിഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. അതാ നിൽക്കുന്നു അവളുടെ തൊട്ടുമുന്നിൽ ജയൻ സാർ. നീ തനിച്ച് ഇവിടെ എന്താ ചെയ്യുന്നേ? അല്പം ഗൗരവത്തിൽ ജയൻ സാർ ചോദിച്ചു. പാർവതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? സാറിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞാൻ വെള്ളം കുടിക്കാൻ ക്ലാസ്സിലേക്ക് പോവായിരുന്നു. അപ്പോ ഇവിടെ വെച്ച് സാറിനെ കണ്ടപ്പോൾ നോക്കിയതാ. ഓഹോ, ശരി. ഞാനൊരു കാര്യം ചോദിച്ചാൽ പാർവതി സത്യം പറയുമോ? പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ജയൻ സാർ ചോദിച്ചു. പറയാം സാർ.
അല്പം പരിഭ്രമത്തോടെ പാർവതി മറുപടി പറഞ്ഞു. ഇന്നലെ അമ്മ എന്നോട് ചോദിച്ചു പാർവതി എന്താ പറയാതെ പോയതെന്ന്. സത്യത്തിൽ ഞാനും അത് ആലോചിച്ചു. ഇന്നലെ വീട്ടിൽ വന്നിട്ട് ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് എന്തിനാ നീ ഇറങ്ങി ഓടിക്കളഞ്ഞത്? എനി പ്രോബ്ലം? വീണ്ടും പാർവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ജയൻ സാർ ചോദിച്ചു. അത് സാർ ഞാൻ... പാർവതിക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അവൾ സാറിന്റെ മുഖത്തു നിന്ന് തന്റെ മിഴികൾ മെല്ലെ പിൻവലിച്ചു. മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കാത്തത് ഉള്ളിൽ കാപഠ്യം കൊണ്ടാണ്. അത് പറയുമ്പോഴും ജയൻ സാറിന്റെ കണ്ണുകൾ പാർവതിയുടെ കണ്ണുകളെ കേന്ദ്രീകരിച്ചു. അവൾ വീണ്ടും സാറിന്റെ മുഖത്തേക്ക് നോക്കി. അത് എനിക്കറിയില്ല സാർ. ശരി, സാരമില്ല, പോട്ടെ. ഇപ്പോ നീ വെള്ളം കുടിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞത് നുണയല്ലേ? സാറിന്റെ ആ വാക്കുകൾ കേട്ടതും പാർവതി വീണ്ടും തന്റെ മിഴികൾ സാറിന്റെ മുഖത്ത് നിന്ന് പിൻവലിച്ചു. എന്റെ മുഖത്തേക്ക് നോക്കാൻ. സാറിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. പെട്ടെന്ന് പാർവതി വീണ്ടും സാറിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗം വർദ്ധിച്ചു. സത്യം പറ പാർവതി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജയൻ സാർ വീണ്ടും ചോദിച്ചു. പാർവതി കുറച്ചുനേരം സാറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, സാറിനെ കാണാൻ. അത്രയും നേരം ഗൗരവഭാവം നിഴലിച്ചു നിന്നിരുന്ന ജയൻ സാറിന്റെ മുഖത്ത് പെട്ടെന്ന് ശാന്തത കൈവന്നു. നീ എന്തിനാ എന്നെ കാണുന്നേ? എനിക്ക് സാറിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ ദിവസം ഞാൻ സാറിനെ കണ്ടതേയില്ല. ഇന്ന് വീട്ടിൽ വെച്ചും എനിക്ക് സാറിനെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ടും ഓഡിറ്റോറിയത്തിൽ സ്റ്റാഫുകളുടെ കൂടെ ഞാൻ സാറിനെ കണ്ടില്ല. അതുകൊണ്ട് സാറിനെ അന്വേഷിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളോട് എന്ത് പറയണമെന്നറിയാതെ ജയൻ സാർ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അതിനുശേഷം പാർവതിയോടൊന്നും മിണ്ടാതെ ഒരു ദീർഘനിശ്വാസത്തോടെ സാറ് തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി. സാറ് എന്നോടൊന്നും പറയാതെ പോവാണോ? പാർവതിയുടെ ആ ചോദ്യം കേട്ട് സാർ വീണ്ടും അവളെ നോക്കി. എനിക്ക് വളരെ അത്യാവശ്യമായി ഒന്ന് ടൗൺ വരെ പോകണം. എൻ്റെ 1-2 സുഹൃത്തുക്കൾ അവിടെ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അവരെ കാണണം. അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ സാർ അവിടെ നിന്ന് പോയി. സാറ് നടന്നകലുന്നത് നിറകണ്ണുകളോടെ പാർവതി നോക്കി നിന്നു. സാറിന്റെ മനസ്സിൽ തന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും ജയൻ സാറിന്റെ സാന്നിധ്യത്താൽ തന്റെ ഹൃദയത്തിലും ആത്മാവിലും വന്ന് നിറയുന്നത് പ്രണയമെന്ന അനശ്വര അനുഭൂതിയാണെന്ന നിഗമനത്തിൽ പാർവതി എത്തിച്ചേർന്നിരുന്നു. തന്റെ മനസ്സിലുള്ളത് സാറിനോട് തുറന്നു പറയുവാൻ സാധിച്ചല്ലോ എന്ന ആശ്വാസത്തിൽ അവൾ തന്റെ കണ്ണുനീർ തുടച്ചു. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് പാറുക്കുട്ടി എന്നുള്ള വിളി വന്നത്. പാർവതി തിരിഞ്ഞു നോക്കി. ചന്ദ്രശേഖരനും കൂട്ടുകാരും അവൾക്ക് ചുറ്റും വളഞ്ഞു. പാറുക്കുട്ടി, നീ എന്തിനാ കരയുന്നത്? ഓ, ജയൻ സാറ് നിന്നെ വീണ്ടും വഴക്ക് പറഞ്ഞോ? അല്പം പരിഹാസഭാവത്തിൽ ചന്ദ്രശേഖരൻ ചോദിച്ചു. പാർവതി ഒന്നും മിണ്ടിയില്ല. ചന്ദ്രശേഖരൻ തുടർന്നു. എന്റെ ഡാൻസ് പെർഫോമൻസ് കഴിയുന്നതിന് മുൻപ് നീ എന്തിനാ എണീറ്റ് പോകുന്നത്? അത് കേട്ടപ്പോൾ പാർവതിക്ക് ദേഷ്യം വന്നു. മുന്നീന്ന് മാറ്, എനിക്ക് പോണം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. പോവാം, തീർച്ചയായിട്ടും പോവാം. പക്ഷേ അതിനു മുൻപ് നമ്മൾ തമ്മിലൊരു കടം ബാക്കിയില്ലേ, അത് തീർക്കണ്ടേ? ഈ കോളേജിലെ ഒരു ആൺകുട്ടി പോലും എൻ്റെ നേർക്ക് കൈ ഉയർത്താൻ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ നിസ്സാരയായ ഒരു പെൺകുട്ടിയുടെ തല്ല് എനിക്ക് കൊള്ളേണ്ടി വന്നു. അത് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ചന്ദ്രശേഖരന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പാർവതിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. ചന്ദ്രശേഖരൻ തുടർന്നു. നീ പേടിക്കണ്ട, ഇവിടെ വെച്ച് ഞാൻ നിന്നെ തല്ലില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചേട്ടന്മാരുടെ കൂടെ ഒന്ന് ടൗൺ വരെ പോയാലോ? ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചു. പെട്ടെന്ന് ചന്ദ്രശേഖരൻ അവളുടെ കയ്യിൽ പിടിച്ചു. ബഹളം വയ്ക്കാതിരിക്കാൻ അയാൾ അവളുടെ വാപൊത്തി. എന്നിട്ട് അയാൾ കൂട്ടുകാരിൽ ഒരാളോട് പറഞ്ഞു, എടാ ലിജോ, നീ വണ്ടിയെടുത്ത് പിൻവശത്തേക്ക് വാ. മുൻവശത്തൂടെ ഇവളുമായി പോയാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. പേടിച്ചേരേണ്ട പേടമാൻ കുഞ്ഞിന്റെ അവസ്ഥയിലായിരുന്നു അപ്പോൾ പാർവതി. ഒന്നുച്ചത്തിൽ നിലവിളിക്കാൻ പോലും ആവാതെ അവളുടെ മനസ്സും ശരീരവും തളർന്നുപോയിരുന്നു.
പെട്ടെന്നുണ്ടായ ക്രോധത്തിൽ തന്റെ നാവിൽ നിന്ന് വീണ വാക്കുകളാകുന്ന അസ്ത്രങ്ങളേറ്റ് മുറിഞ്ഞ ഹൃദയവുമായി അന്ന് ആദ്യമായി നിറമിഴികളോടെ ഒരു പെൺകുട്ടി തന്റെ മുന്നിൽ നിന്നു. ഇന്നിതാ വീണ്ടും ആ പെൺകുട്ടിയുടെ നിറഞ്ഞൊഴുകിയ മിഴികൾ തനിക്ക് കാണേണ്ടി വന്നു. പക്ഷേ ഇന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് തന്നോടുള്ള പ്രണയാഗ്നി ആളിപ്പടർന്ന അവളുടെ ഹൃദയത്തിന്റെ ചൂടേറ്റാണ്. പാർവതിക്ക് തന്നോടുള്ള പ്രണയം തന്റെ സാന്നിധ്യത്തിൽ അവളിൽ ഉളവാകുന്ന ഭാവവ്യത്യാസങ്ങളിൽ നിന്ന് ജയൻ സാറിന് നേരത്തെ മനസ്സിലായിരുന്നു. എനിക്ക് സാറിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ ദിവസം ഞാൻ സാറിനെ കണ്ടതേയില്ല. ഇന്ന് വീട്ടിൽ വെച്ചും എനിക്ക് സാറിനെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ടും ഓഡിറ്റോറിയത്തിൽ സ്റ്റാഫുകളുടെ കൂടെ ഞാൻ സാറിനെ കണ്ടില്ല. അതുകൊണ്ട് സാറിനെ അന്വേഷിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രണയാർദ്രമായ പാർവതിയുടെ ആ വാക്കുകൾ ജയൻ സാറിന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. സാറ് പെട്ടെന്ന് വണ്ടി നിർത്തി റിവേഴ്സ് എടുത്ത് വീണ്ടും കോളേജിലേക്ക് പോയി. ജയൻ സാർ കോളേജിലെത്തി. ഓഡിറ്റോറിയത്തിലും ഗാർഡനിലും ലൈബ്രറിയിലും ക്ലാസ് റൂമിലുമെല്ലാം സാർ പാർവതിയെ തിരഞ്ഞു. പക്ഷേ അവിടെയെങ്ങും അവളെ കണ്ടില്ല. പെട്ടെന്ന് സ്റ്റാഫ് റൂമിലെ ടെലിഫോണിൽ നിന്ന് ശ്രീദേവി ആരോടോ സംസാരിക്കുന്നത് ജയൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രീദേവി വളരെ അപ്സെറ്റ് ആണെന്ന് സാറിന് മനസ്സിലായി. എന്താ ശ്രീദേവി, എന്തുപറ്റി? ജയൻ സാർ ചോദിച്ചു. സാർ, പാർവതി അവളിവിടെങ്ങും കാണുന്നില്ല. ഭയാശങ്കയോടെ ശ്രീദേവി പറഞ്ഞു. കാണുന്നില്ലേ? പാർവതി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. വളരെ ലാഘവത്തോടെ ജയൻ സാർ പറഞ്ഞു. ഇല്ല സാർ, ഞാനിപ്പോൾ അവളുടെ വീട്ടിലെ നമ്പറിലാണ് വിളിച്ചത്. അവളുടെ അമ്മയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചു. അവൾ അവിടെ ചെന്നിട്ടില്ല സാർ. അവള് എന്നോട് പറയാതെ എങ്ങും പോവില്ല. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ, അതെനിക്ക് ഉറപ്പാ. ശ്രീദേവിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ജയൻ സാറിന്റെ മുഖഭാവം മാറി. ആ മുഖത്ത് ആശങ്ക നിഴലിച്ചു. പാർവതിക്ക് എന്ത് സംഭവിച്ചു എന്നാ ശ്രീദേവി പറയുന്നത്? ശ്രീദേവി അവളുടെ കണ്ണുനീർ തുടച്ചു. സാർ, എനിക്കൊരു സംശയമുണ്ട്. ആ ചന്ദ്രശേഖരൻ അവളെ എന്തോ ചെയ്തിട്ടുണ്ട്. അവനെയും അവന്റെ ഗ്യാങ്ങിനെയും അവന്റെ വണ്ടിയൊന്നും ഇവിടെ കാണുന്നില്ല സാർ. ചന്ദ്രശേഖരനോ? അതാരാ? സംശയത്തോടെ ജയൻ സാർ ചോദിച്ചു. പൂവച്ചൽ MLA മകനാ. ഇവിടെ MA ഫിലോസഫി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റാ. അവന്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ട് സാർ. ഈ കോളേജിലെ ആർക്കും അവനെതിരെ ശബ്ദം ഉയർത്താൻ ധൈര്യമില്ല. പ്രിൻസിപ്പൽ മാഡം പോലും അവനെതിരെ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അവൻ പാർവതിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. കഴിഞ്ഞ ദിവസം അവൻ അവളോട് അപമര്യാദയെ പെരുമാറിയപ്പോൾ അവൾ അവൻ്റെ മുഖത്തടിച്ചിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിന് അവൻ അവളെ എന്തോ ചെയ്തിട്ടുണ്ട് സാർ, അതെനിക്ക് ഉറപ്പാ. ശ്രീദേവിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ജയൻ സാറിൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിച്ചു. പാർവതിയെ അവൻ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് ശ്രീദേവിക്ക് അറിയാമോ? അവന് ഇവിടെ ടൗണിലൊരു ഹോട്ടലുണ്ട് സാർ, ഹോട്ടൽ ശ്രീകൃഷ്ണ. അവൻ്റെ എല്ലാ തരികിട പരിപാടികളും അവിടെയാണ് നടക്കുന്നത്. പോലീസുകാർ പോലും അവിടെ കാലുകുത്താൻ ധൈര്യപ്പെടില്ല സാർ. ആശങ്കയോടെ ശ്രീദേവി പറഞ്ഞു. ശ്രീദേവി ചെന്ന് വണ്ടിയിൽ കയറി. ആ നിമിഷം ജയൻ സാറിന്റെ നിർഭയത്വത്തെ വളരെ അത്ഭുതത്തോടെ ശ്രീദേവി നോക്കിക്കണ്ടു. ജയൻ സാറും ശ്രീദേവിയും ഹോട്ടലിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങി മെയിൻ ഡോർ തള്ളി തുറന്ന് റിസപ്ഷനിലെത്തി. സാറിന്റെ ആ വരവ് കണ്ട് റിസപ്ഷൻ സ്റ്റാഫ്സ് എല്ലാവരും അന്തം വിട്ടു നിന്നു. എവിടാ ചന്ദ്രശേഖരൻ? സാറിന്റെ ചോദ്യത്തിന്റെ ശൈലി കേട്ട് സ്റ്റാഫുകളെല്ലാം ഒരു നിമിഷം പകച്ചു നിന്നുപോയി. പറയാൻ സാറിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ആ സമയം സ്റ്റാഫുകളിൽ ഒരാൾ നേരിയ ഭയത്തോടെ മറുപടി പറയാൻ തുടങ്ങി. ചന്ദ്രശേഖരനോ? അതാരാ? അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൂടെയുള്ള മറ്റു സ്റ്റാഫുകളെ നോക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അതെ അതെ, അങ്ങനെ ഒരാൾ ഇന്നിവിടെ വന്നിട്ടേ ഇല്ല. അവരുടെ മറുപടി കേട്ടപ്പോൾ ജയൻ സാറിന്റെ ക്രോധം ഇരട്ടിച്ചു. ഈ ഹോട്ടലിന്റെ ഓണർ MLA സദാശിവന്റെ മകൻ ചന്ദ്രശേഖരൻ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. സാറിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ബഹളം കേട്ട് ഹോട്ടലിലെ മാനേജർ ഓടി വന്നു. എന്താ പ്രശ്നം? ദേ, ചന്ദ്രശേഖരൻ കുഞ്ഞിനെ അന്വേഷിച്ചു വന്നതാ. ജയൻ സാറിനെ ചൂണ്ടി സ്റ്റാഫിലൊരാൾ മാനേജരോട് പറഞ്ഞു. മാനേജർ ജയൻ സാറിനെ അടിമുടിയൊന്ന് നോക്കി. ചന്ദ്രശേഖരൻ അല്പം തിരക്കില്ല, ഇപ്പോൾ കാണാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. അത് പറഞ്ഞു തീർന്നതും ജയൻ സാറിന്റെ കൈ മാനേജറുടെ കരണത്ത് വീണതും ഒരുമിച്ചായിരുന്നു. സാറിന്റെ അടിയുടെ ശക്തിയിൽ മാനേജർ തൊട്ടടുത്ത് ചുമരിലേക്ക് തെറിച്ചു വീണു. സാർ ഒരു കൈ കൊണ്ട് അയാളുടെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. വീണ്ടും അയാളെ തല്ലാൻ കൈയോങ്ങി. എന്റെ പൊന്നു സാറേ, ഇനി എന്നെ തല്ലല്ലേ. ആ കുരുത്തംകെട്ട ചെറുക്കനും കുറെ കൂട്ടുകാരും കൂടെ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ആ കൊച്ചാണെങ്കിൽ ഒടുക്കത്ത കരച്ചിലും. എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിച്ചതും ആ ചെറുക്കന്റെ കൈ എന്റെ കരണത്ത് വീണതും ഒരുമിച്ചായിരുന്നു.
പിന്നെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. അവരായി അവരുടെ പാടായി. MLA പുത്രനല്ലേ, മറുത്തെന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുമോ? സാർ ആ പെങ്കൊച്ചിനെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ അവർ മുകളിലത്തെ നിലയിലെ 401 നമ്പർ റൂമിലുണ്ട്. പെട്ടെന്ന് ചെന്നാട്ടെ, ഇല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടെ ആ കൊച്ചിനെ കൊല്ലും. ചന്ദ്രശേഖരനും കൂട്ടുകാരും പാർവതിക്ക് ചുറ്റും വളഞ്ഞു നിന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പാറുക്കുട്ടി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ പേടിക്കുന്നത് പോലൊന്നും ഇപ്പൊ ഇവിടെ സംഭവിക്കില്ല. ദേ കണ്ടോ, ഈ റൂമിന്റെ ഡോറ് ഞാൻ എന്തിനാ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് നിനക്കറിയാവോ? നീ പേടിക്കാതിരിക്കാനാ. ഡോറ് തുറന്നിട്ടോണ്ട് ആരെങ്കിലും അമ്മാതിരി പരിപാടികൾ ചെയ്യുവോ? ഛേ. പാർവതി നിറഞ്ഞ ഭയത്തോടെ ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ചന്ദ്രശേഖരൻ തുടർന്നു, ഈ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ അങ്ങ് പോകും. അത് കഴിയുമ്പോൾ നമുക്ക് ഡോറടയ്ക്കാം. പിന്നെ ഞാനും നീയും മാത്രം. അതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കടം വീട്ടണ്ടേ? നീ എന്നെ തല്ലിയത് ഞാനും നീയും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിന്നെ തല്ലുന്നത് ഇവന്മാരെല്ലാവരും കാണണം. എങ്കിലേ എൻ്റെ ഉള്ളിൽ പകമൂലം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയില്ലേ, അതണയൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ പാർവതിയുടെ കൈത്തണ്ടിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. ഒരു നിമിഷം അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ക്രോധത്താൽ ജ്വലിച്ച അയാളുടെ മുഖം കണ്ട് പാർവതിയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. നീ എന്നെ തല്ലു അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ പാർവതിയുടെ മുഖത്ത് ആഞ്ഞടിച്ചതും ജയൻ സാറും ശ്രീദേവിയും റൂമിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. ചന്ദ്രശേഖരൻ പാർവതിയെ തല്ലുന്ന കാഴ്ച ജയൻ സാറിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ജയൻ സാറിന്റെ തല്ലുകൊണ്ട് ചന്ദ്രശേഖരൻ താഴെ വീണു. ജയൻ സാറിനെ കണ്ട മാത്രയിൽ തന്നെ പാർവതി സാറിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. നിറഞ്ഞു തുളുമ്പിയ മിഴികളുമായി അവൾ ഒരു നിമിഷം സാറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പിന്നീട് ഒട്ടും വൈകാതെ അവൾ ജയൻ സാറിന്റെ വിരിമാറിലേക്ക് ചാഞ്ഞു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ജയൻ സാർ നിശ്ചലനായി നിന്നു. സാറിന്റെ മിഴികൾ നിറഞ്ഞു. പിന്നെ ഒട്ടും വൈകാതെ തന്റെ വിരിമാറിൽ ഒട്ടിയമർന്ന് കിടന്നിരുന്ന പാർവതിയെ 2 കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി ജയൻ സാർ തന്റെ ഹൃദയത്തോട് ചേർത്തു. കഥ തുടരുന്നതാണ്.